എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എൻ്റെ കുറച്ച് കൃഷി കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ അതിനോടൊപ്പം ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, കുച്ചിപ്പുടിയുടെ ഒക്കെ വീഡിയോ ഞാൻ വേറെ പാർട്ടായിട്ട് ഇടാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനം ഞാൻ അത് ഇട്ടേക്കാം. അപ്പൊ ആദ്യം നമ്മുടെ കൃഷി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കുറെ നാളായില്ലേ കാണിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇന്നൊക്കെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ക്യാബേജ് കുട്ടന്മാരെ കാണിക്കാം. ഇത് വെച്ച വീഡിയോ ഞാൻ എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എൻ്റെ ക്യാബേജ് കുട്ടന്മാര്. ഇവന്മാര് നല്ല ഇതായി വരുന്നുണ്ട്. ഇപ്പൊ ആയി വരുവാണ്. ഇതുണ്ടോ, ഇത് കൂടി ചേർന്ന് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് നന്നായി. ഇതുണ്ടോ, ഇതാണ് ക്യാബേജ് ആവാൻ പോകുന്നത്. കണ്ടോ, എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇനി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ മിക്കവാറും ഇത് കണ്ടില്ലേ, ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴത്ത് പറമ്പ് വെച്ചിട്ടുണ്ട്. അത് ഇത്ര ആയിട്ടില്ലെന്ന് തോന്നുന്നു. അത് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ നിലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത കാര്യം കാണിക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. ഇത് നമ്മുടെ വഴുതനക്കുട്ടൻ. ഇതിനെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിലൊക്കെ ആവുണ്ട്, ഇതിന് മുഴുപ്പ് കണ്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഏതോ ഒരു വീഡിയോ അല്ല, ഇത് ഫസ്റ്റത്തെ വീഡിയോയിൻ്റെ കേട്ടോ. വീഡിയോയിൽ ഞാൻ ഒരു വഴുതനെ ഒക്കെ നടുന്ന കാണിച്ചില്ലായിരുന്നോ. അപ്പോൾ ആ നട്ട വഴുതനയിൽ ഉണ്ടായ കായാണ് ഗൈസ് ഇത്. സന്തോഷം, പ്രൗഡ് ഓഫ് ഇറ്റ്. നല്ല സന്തോഷമുണ്ട്. നല്ല വലിയ കായാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഉണ്ടായി വരട്ടെ. ഇതിന്റെ കായന്റെ ബലം കാരണം ഇത് ഈ സംഭവം ഇങ്ങനെ താന്ന് നിൽക്കുക കേട്ടോ. അപ്പൊ അത് നമുക്ക് വടി എന്തെങ്കിലും വെച്ച് കൊടുക്കണം. പിന്നെ അടുത്ത ഇത് നമ്മുടെ മുളക്. ഇതും ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വെച്ചത് തന്നെയാണ്. ഇവനൊക്കെ ഉണ്ടതേ. ഇതില് അധികം ഇല്ലെന്നാലും ഉണ്ട് കേട്ടോ. എനിക്ക് വീട്ടിലെ ആവശ്യം, രാത്രി വല്ല ആവശ്യത്തിന് മുളക് വേണ്ടി വന്നാൽ ഓടി വന്ന് പറിക്കാവുന്ന എളുപ്പ വഴി ഇവിടെയാണ്. പറമ്പിലേട്ട് അങ്ങ് ഇറങ്ങി പോകണ്ടേ. ഇരുട്ടത്ത് പോകാൻ കഴിയാത്തോണ്ട് ഇവിടെ ഒരു മുളകുണ്ട് ഗസ്, എനിക്ക് ഇവിടെ ഒന്ന് പറിക്കാൻ. ഇത് കണ്ടില്ലേ ഗസ്, നമ്മുടെ ടോമിച്ചൻ. ഇത് ആരാന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇവര് 3 പേരുണ്ട്. ഇത് അമ്മൂന്റെ അടുത്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പൊ ഭയങ്കര കുസൃതിക്കാരാണ് കേട്ടോ. അപ്പൊ കുഞ്ഞനാണെങ്കിൽ ഇതുങ്ങളുടെ കൂടെ കളിക്കുവാണ്. ഇത് കണ്ടില്ലേ, ചേട്ടന്റെ സൈക്കിളിന്റെ ഇവിടെ കയറി ഇരിക്കുവാണ്. ഇവര് പുറത്താട്ടോ. നമ്മുടെ അമ്മു പാവം, നമ്മുടെ ബ്രൂണോയും ടോമിയും കൂടി അമ്മൂനെ കടിക്കാൻ വേണ്ടി ചെല്ലുവാണ്. ഈ ടോമിയും ബ്രൂണോ ഉണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ഇതുണ്ട്. ഇവരിപ്പൊ കൂട്ടായി. ഈ ചെറുപ്പത്തിലെ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ വലുതാവുമ്പോഴത്തേക്ക് രണ്ടും കൂടി അടിയാവും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടണേ. അതുകൊണ്ട് നിങ്ങൾ വേറെ കമന്റ് ഒന്നും ഇടരുത്. ഇവന്മാര് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ആണെങ്കിൽ ഇവന്മാര് സൈക്കിളിന്റെ ഇത് എങ്ങാനും ആരെങ്കിലും എടുത്ത് ചവിട്ടി എന്നാ ചെയ്യും ഗൈസ്. എന്റെ പൊന്നോ, അത്ര പാവം കുഞ്ഞനായിട്ട് കടിക്കാൻ വേണ്ടി ചെല്ലുവാണ്. പക്ഷെ ഇവന്മാര് കളിക്കുന്നതാണ്. അതിനിടക്ക് ഒരുത്തൻ തലയിട്ട് നോക്കുന്നു ഗൈസ്. ഇവരെല്ലാവരും ഇപ്പൊ കൂട്ടായിട്ട് ഉണ്ട് കേട്ടോ. എല്ലാവരും കൂട്ടാണ്. ഇപ്പൊ ഇവരെ കുഞ്ഞിലേ കൂട്ടാക്കി നമ്മള്. ഇല്ല ഇണങ്ങൂലല്ലോ. നമ്മളിപ്പോ വന്നത് നമ്മുടെ കൃഷിക്കൂട്ടം കാണിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇവരെ കണ്ടുകൊണ്ട് ഇവരുടെ വിഷയത്തിലേക്ക് വന്നുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ വിഷയം പറയുവാണ്. ഈ വിഷയം നാടോടിനത്തിന്റെ ആ വിഷയം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വേറെ വിഷയമായിട്ട് ഇടാം. അപ്പൊ നിങ്ങൾ ഈ വിഷയം ഇപ്പൊ നോക്കൂ ഗൈസ്. നിങ്ങൾ നോക്കൂ ഗൈസ്. ഇത് കണ്ടോ, പട്ടി, പൂച്ചക്കുഞ്ഞ് എല്ലാം കൂടിയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളോർക്കും ഞാൻ എന്തിനാണിപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ജീവികളെ, കുറേ ജീവികളെ ഇങ്ങനെ വളർത്തണേന്ന് ഓർക്കും. അപ്പൊ അതേ ഒരു ജീവി ഓടിപ്പോകുന്നു. അപ്പൊ അടിയായി ഇല്ല, കുഴപ്പമില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കും. അപ്പത്തേക്ക് ഇവര് 2 പേരും മാത്രമേ, ഈ പട്ടിക്കുഞ്ഞുങ്ങളില്ലേ ടോമിയും ബ്രൂണും, ഇവര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ഗൈസ്. നമ്മുടെ അവിടെ ഒരു വീട്ടില് പട്ടിക്കുഞ്ഞുങ്ങളായിരുന്നു അപ്പൊ അവിടെ 5 പേരുണ്ട്. 5 ആൺപട്ടികളായിരുന്നു. ഇവര് 2 പേരും ഞാൻ എടുത്തോണ്ട് പോന്നു. അപ്പൊ എടുക്കണതിന് മുമ്പ് 5 പേരിൽ ഒരാളെ വണ്ടി ഇടിച്ച് അത് അരഞ്ഞ് ചത്തുപോയി ഗൈസ്. അതുകൊണ്ട് ഇവരെ ഞങ്ങൾ അങ്ങ് എടുത്തോണ്ട് പോന്ന്. അത് കഴിഞ്ഞപ്പോ ബാക്കി ഓർണത്തിന് അതിന് മുമ്പേ ഒരു വണ്ടി ഇടിച്ച് കാല് അതിന്റെ പോയി. പക്ഷെ അത് കുഴപ്പമില്ലാഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെടുത്തു കഴിഞ്ഞപ്പോ വീണ്ടും വേറൊരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. 3 പേര് അവിടെ ഉണ്ടായിരുന്നു. ഒരാള് ചത്തുപോയി. ബാക്കി 2 പേരെ മറ്റേ ഒരുത്തനെ വണ്ടി ഇടിച്ചു. ഒരുത്തനെ കഴിഞ്ഞ ദിവസം എന്തോ വണ്ടി ഇടിച്ചിട്ട് അവൻ മറിഞ്ഞു വീണ് തലയിലെ മുഴയൊക്കെ വന്ന്. അപ്പൊ വെറുതെ എന്തിനാ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യാണ്ട് പിന്നെ എന്ത് മനുഷ്യരാ. അപ്പൊ നമ്മളിങ്ങനെ എടുത്തോണ്ട് പോന്ന്.
നമുക്ക് ഇത്തിരി തീറ്റയും കൊടുത്ത് വളർത്തിയാ പോരെ, അവര് നമ്മുടെ ഒപ്പം നടക്കുകയല്ലേ. പിന്നെ അതുമല്ല ഇവരൊക്കെ ഉള്ള ഒരു സന്തോഷല്ലേ, നല്ല രസമല്ലേ ഇവരൊക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറുമ്പിന്റെ കാര്യം പറഞ്ഞാൽ രസമൊക്കെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഗൈസ് നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാജിക് പോലെ വേറൊരു സ്ഥലത്തിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അവിടുത്തെ ലൈറ്റിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇനി അടുത്ത കഥ പറഞ്ഞാൽ പക്രുവിനെ കുറിച്ചാണ്. പക്രുവിനെ ഇത് അതിൻ്റെ അകത്ത് കടന്ന് കിട്ടിയതാണ്, കാണിച്ചു തരാം ഗൈസ്. ഞങ്ങൾ എടുത്തോണ്ട് വന്നില്ല, അവരെ പോലെ ഒന്നും എടുത്തോണ്ട് വന്നില്ല. ഇവൻ ഈ ബാത്റൂമിനകത്ത് കടന്ന് കിട്ടിയതാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇവിടെ കണ്ടോ, ഇവിടെ നിന്നാണ് കിട്ടിയത്. അത് ആരോ കൊണ്ട് ഇട്ടതാണ് അവനെ. അപ്പൊ ഒരു ദിവസം ഇവിടെ നിറച്ച് പണ്ട് കാടായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്രയൊക്കെ വൃത്തിയാക്കി കേട്ടോ. പണ്ട് കുഞ്ഞൻ പണ്ട് ഇവിടെ കാടായിരുന്നു. അപ്പത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ടൊരു രക്ഷയില്ലായിരുന്നു. അപ്പത്തേക്ക് ഒരു ദിവസം എൻ്റെ അമ്മയും അവിടെ ഒരു മാമനുണ്ട്, നിശാന്ത് മാമൻ എന്നാണ് പേര്. ആ മാമനും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം എന്തോ വീട്ടിൽ ഇരിക്കുമ്പോ ഇവിടുന്ന് ഒരു ഒച്ച തന്നെ കേട്ട്, എന്തോ കൊച്ചു കരയണോട്ട് എന്തോ ഒരു ഒച്ച കേട്ട്. അത് കഴിഞ്ഞ് ഇവര് നോക്കുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഓർത്തത് തോന്നണായിരിക്കും എന്ന് ഓർത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാ ഇവർക്ക് മനസ്സിലായത് വേറെന്തോ കരയണ ഒച്ചയെന്നോ മനസ്സിലായി. അപ്പത്തേക്ക് തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഒച്ച ഭയങ്കര ഇതായി. അന്നേരം ഇവർ ഓടി വന്നേച്ച് ഞാനൊന്നും വന്നില്ല കേട്ടോ, എൻ്റെ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടനാണ്ട് 1-1.5 വയസ്സേ ഉള്ളൂ. അപ്പത്തേക്ക് ഇവരാണെങ്കിൽ വന്ന് അതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് ഇവൻ അതിനകത്ത് കിടക്കുന്നു. ഒന്നും കിട്ടാണ്ട് പാടെ ക്ഷീണിച്ച് കിട്ടിയതാണ് ഈ പക്രുവിനെയാണ് നമ്മൾ ആദ്യമായി വളർത്തുന്നത് ഇവിടെ വെച്ച്. അങ്ങനെയാണ് നമ്മുടെ പക്രുവിനെ കിട്ടിയത്. പിന്നെ അമ്മൂനെ കിട്ടിയ കാര്യം പറയണ്ട, അമ്മൂനെ ഏതോ മീൻ ഫാക്ടറിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. എൻ്റെ ചേട്ടന്റെ കൂട്ടുകാരന്റെ അച്ഛൻ മീൻ ഫാക്ടറിയിൽ എന്തോ ആണ് ജോലി, അപ്പൊ അവിടുന്ന് കിട്ടിയതാണ് അമ്മൂനെ. അങ്ങനെയാണ് അമ്മു പാവത്താനായിപ്പോയി. അവള് കൊണ്ടുവന്ന സമയം അവൾ ഒറ്റക്കല്ലായിരുന്നു, അപ്പൊ അവള് ഭയങ്കര കുസൃതിയായിരുന്നു. ഇപ്പൊ പാവത്താനായി, ഇപ്പൊ കുറെ പേരുണ്ട്. ഇപ്പൊ നമ്മളെവിടെ പോയാൽ ഈ വീടിന്റെ ഇങ്ങാട്ട് പറമ്പിൽ പോയാൽ ഇവന്മാര് ഇറങ്ങി വരും കേട്ടോ. അതെ നമ്മുടെ പക്രു കുട്ടന്റെ അവിടെ നിൽപ്പുണ്ട് ബസ്. ഒരു വിഷയം കിട്ടിയതായിരുന്നു ബസ്. എന്നാന്നോ, ഇപ്പൊ കുഞ്ഞെന്താ ഇതെന്താണ് അതിന്റെ പൊക്കത്ത് കയറിയിരിക്കുവായിരുന്നു മരത്തിന്റെ. അപ്പൊ അവൻ ഓടിപ്പോയതാണ്. ഇപ്പൊ പക്രുവിനെ ഇട്ടിട്ട് ഓടിക്കുവാണ് ബസ്. പക്രുവിന് ഒറ്റപ്പെട്ട ഒരു കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒറ്റപ്പെട്ട ഒരു പക്രുവായിരുന്നു ബസ്. ഇപ്പോൾ കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായി എന്താണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നതെന്ന്. നോക്കൂ ബസ്, പാവമുണ്ട് അവൻ ഓർക്കുക. ഇവന്മാരുടെ ഒക്കെ ഇടയിൽ കിടന്ന് ഞാൻ പെട്ടുപോയല്ലോ ഗൈസ്, ഞാൻ എന്നാ ചെയ്യാൻ, അതിന്റെ അകത്തുനിന്ന് തന്നെ എടുക്കണ്ടായിരുന്നു. ഇപ്പൊ അവൻ ഓർക്കുണ്ടായിരിക്കും ഗൈസ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തൊരു ഭംഗിയുള്ള വ്യൂ ഉള്ള സ്ഥലത്താണ് കയറിയിരിക്കുന്നതെന്ന്. നോക്കണ്ട ഗൈസ്, ഇത് അമ്മ എപ്പോഴും അടിക്കുന്ന സ്ഥലമാണ്, അലക്ക് കല്ല്. അതിന്റെ പൊക്കത്ത് കയറിയിരിക്കാണ്. എപ്പൊ തന്നെ അലച്ച് നിലത്ത് കിടന്നെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ അങ്ങ് പോകട്ടോ. ഞാൻ എൻ്റെ പൊക്കത്ത് കയറിയിരിക്കാൻ എനിക്ക് പേടിയാണ്, എന്നാലും ഇരിക്കാനൊരു സ്ഥലം കിട്ടിയതാണ്. അതുകൊണ്ട് ഇവിടെ കയറി ഇരുന്നേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തത് ഇത്തിരി ഇറങ്ങിയിരിക്കട്ടെ ഗൈസ്. ഇത് എന്നെ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ഇത് ജിത്തനില്ല ഗൈസ്. ഇനി അടുത്ത ആരെക്കുറിച്ച് ഞാൻ പറയും. ഇവിടെ പക്രു വന്നതിന് മുമ്പ് വേറൊരാളുണ്ടായിരുന്നു, ലിയോ. അവന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. പക്രു വന്നതിന് മുമ്പല്ല, പക്രു വന്നു കഴിഞ്ഞു. പക്രു ആണ് ഇവിടുത്തെ ആദ്യത്തെ മെമ്പർ 1. നമ്മുടെ കുഞ്ഞനാണെങ്കിൽ അതൊരു സൂപ്പർ ഷോട്ടായിരുന്നു, നിങ്ങൾ കണ്ടോ ഗൈസ്? എന്റെ പൊന്നു ഗൈസ്, കുഞ്ഞനാണ് ഇവിടെ പൂമ്പാറ്റ ഇവിടെ പറക്കും, ഒരു ഒറ്റച്ചാട്ടം നേരെ കമന്നലിച്ച് കിടന്നു ഗൈസ്. അപ്പോ ഇവൻ എന്നെ പറയാൻ സമ്മതിക്കൂല, പോടാ. ഇനി അടുത്തത് പറയുകയാണെ, ഇവിടെ പക്രു മെമ്പർ 1 അവൻ കഴിഞ്ഞിട്ട് ഒരുത്തൻ വന്നു, അതാണ് ലിയോ. അപ്പൊ അവനെ ഞങ്ങൾ എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. എടുത്തോണ്ട് വന്നതാണോ? അവനെ ഈ ബ്രൂണോ ഇല്ലേ, ഈ ബ്രൂണോയിന്റെ അമ്മ എന്ന് വേണേ പറയാം, ആ അമ്മയുടെ കൂടത്തിൽ നടന്നവനാണ്. അവർക്ക് കുറേ പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു അവിടെ. ബ്രൂണോയിന്റെ അമ്മയുടെ ചേട്ടനോ അനിയനോ അങ്ങനെ എന്തോ ആണ്. അവനെ ഞങ്ങൾ എടുത്തോണ്ട് വന്നു. അവന് 1 വയസ്സായോന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട്. അതിന് മുമ്പ് അവൻ 1 വയസ്സായി ഗൈസ്, 1 വയസ്സായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കുറുമ്പനായിരുന്നു. നമ്മുടെ ഈ ബ്രൂണോ ഒക്കെ മാറി നിൽക്കും, പക്ഷെ ബ്രൂണോ ലിയോന്റെ ആ ഒരു ഇത് വരും. ലിയോനെപ്പോലെ തന്നെയാണ് ബ്രൂണോ ഇരിക്കണേ. ലിയോ ആണെങ്കിൽ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ, അത് തന്നെയാണ് നമ്മുടെ ബ്രൂണോ. അപ്പോൾ
അവന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം ഗൈസ്. എനിക്ക് കാണുമ്പോൾ സങ്കടം വരും. ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം, നോക്കിക്കോ. ഞാൻ ഗൈസ് ഫോട്ടോ ഉണ്ടോന്ന് അറിഞ്ഞൂടാ, ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും കൊടുത്തേക്കാം. ഇവിടെ കിടപ്പുണ്ടായിരിക്കും. പിന്നെ ഗൈസ് ഈ ലിയോയ്ക്ക് എന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവനാണെങ്കിൽ ഭയങ്കര കുസൃതിയല്ലേ. അപ്പൊ ഒരു ദിവസം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ നവംബർ ആ ഒരു സമയത്ത് ഇവനെ കൊണ്ടുവന്നെ. അതിന് മുമ്പാണോ ഒക്ടോബറാണോ അങ്ങനെ എന്തോ കൊണ്ടുവന്നെ, ഓർമ്മയില്ല എനിക്ക് ശരിക്കും. അപ്പൊ ഇവിടുത്തെ കയ്യാലയാണെന്ന് കാണിച്ചില്ലേ, ആ കയ്യാലേന്റെ ആ ഒരു പണിയില് അന്ന് ആ ഒരു ദിവസമൊക്കെയാണ് ഇവനെ കൊണ്ടുവന്നത്. അപ്പത്തേക്കാണെങ്കിൽ ഇവൻ ഒരു ജനുവരി ഉണ്ടോ ഏതോ ഒരു ദിവസം അപ്പത്തേക്ക് ഇവനാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളുടെ ഒപ്പം വെക്കേഷൻ ടൈമിന് ഇവിടെ പാടത്ത് കളിക്കാൻ വേണ്ടി പോകും. ആ പാടം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ പാടത്ത് കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവൻ ഞങ്ങളുടെ ഒപ്പം വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പാടത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി ഇവൻ സൈഡിൽ ഈ കയ്യാലയുടെ താഴത്ത് വന്ന് കിടക്കുവാണ്. കിടന്നുവെച്ച് ഞങ്ങളോർത്ത് ഉറങ്ങിപ്പോയെന്ന്. പക്ഷെ ആള് വയ്യാണ്ട് കിടക്കുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടേക്ക് ഇട്ട്. പക്ഷെ അവൻ്റെ ഒരു സുഖമില്ല, ഏറ്റു നടക്കാൻ പോലും ശേഷിയില്ലാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അവൻ എന്നാ പറ്റിയെന്നൊന്നും അറിഞ്ഞൂടാ. ഒരു ഒരാഴ്ച എന്തോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കിടക്കുമായിരുന്നു. എനിക്കന്ന് എന്തോ വരയുടെ മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞു ക്യാമറയുടെ മുമ്പിൽ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇവനെ ഞാൻ മിക്കവാറും എടുത്ത് പാടത്തോട്ട് എറിയും. യു ഗൈസ്, ഇതിലെ കൂടി വാവല് പറക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ വേഗം പറയട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഇരുട്ടായി തുടങ്ങി. അപ്പത്തേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ മാറണ്ട, നിന്നെ പോടാ. പോ. അവൻ പോയി. അവനെ എന്നിട്ട് എടുത്തോണ്ട് വന്നിട്ട് അവിടെ കിടത്തി. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്ന് മത്സരത്തിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ അവനെ നോക്കിയില്ലായിരുന്നു. അവന് ആഹാരമൊക്കെ കൊടുത്ത്. പക്ഷെ അവന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആശുപത്രി കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തു. എന്നിട്ടൊന്നും അവന് അനക്കമൊന്നുമില്ല. എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവൻ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവന്റെ മേത്തൊക്കെ ഉറുമ്പ് കയറി ആകപ്പാടെ അവൻ ചത്തുപോയി. എന്നിട്ട് കുഴി കൊണ്ട് കുഴിച്ചിട്ടു. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ള കുറച്ച് അംഗങ്ങൾ. ഇപ്പൊ പുതിയ അംഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ എന്ത് പറ്റിയൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ബൈ.